പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ 76ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡെവിൾ വീഡ്, സയാം വീഡ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു അധിനിവേശി സസ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമുക്കെല്ലാവർക്കും സുപരിചിതവും നമ്മുടെ നാട്ടിൽ വിനാശകരമായ രീതിയിൽ പടർന്ന് വളരുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന സസ്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആസാം പച്ച എന്ന പേരിലും അറിയപ്പെടുന്ന ഈ സസ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. ക്രോമോലീന ഒഡറേറ്റ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ ഇൻവാസീവ് ഏലിയൻ സ്പീഷീസ് സസ്യം ഉഷ്ണമേഖല, ഉപോഷ്ണമേഖല എന്നിവിടങ്ങളിൽ വളരുന്നതും ആസ്ട്രേസിയെ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്നതുമായ പുഷ്പിക്കുന്ന കുറ്റിച്ചെടിയാണ്. അമേരിക്കൻ സ്വദേശിയായ ഈ സസ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഫ്ലോറിഡ മുതൽ ടെക്സാസ് വരെയും തെക്കേ അമേരിക്കയിലെ മെക്സിക്കോ മുതൽ കരീബിയ വരെയും കാണപ്പെടുന്നു. ഏഷ്യ, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഓസ്ട്രേലിയയിലെ ചില ഭാഗങ്ങളിലും എത്തിച്ചേർന്ന സസ്യമാണ് ഇത്. വളരെ വേഗം വളരുന്ന കുറ്റിച്ചെടിയായ ഈ സസ്യത്തിൻ്റെ മറ്റു പേരുകളാണ് റോഗ് പ്ലാന്റ്, ജാക്ക് ഇൻ ദ ബോക്സ്, ജാക്ക് ഇൻ ദ ബുഷ്, കോമൺ ഫ്ലോസ് ഫ്ലവർ, ക്രിസ്മസ് ബുഷ്, കിങ് വീഡ്, പാരഫിൻ ബുഷ്, പാരഫിൻ വീഡ്, ബിറ്റർ ബുഷ്, ഹാഗണി, ടെർപ്പൻറ്റൈൻ വീഡ്, ട്രിഫിഡ് വീഡ്, ബട്ടർഫ്ലൈ വീഡ്, ആംസ്ട്രോങ്സ് വീഡ് എന്നിവ. ഹിന്ദിയിൽ തീവ്രഗന്ധ എന്നും ബാക്തോക്ക എന്നും വിളിക്കപ്പെടുന്ന ഈ സസ്യത്തെ ഹൈദരാബാദിൽ വേനപ്പച്ച എന്ന് വിളിക്കുന്നു. ധാരാളം ശാഖകളോടുകൂടി വളരുന്ന ഈ സസ്യം തുറസ്സായ സ്ഥലങ്ങളിൽ 2.5 മീറ്ററോളം ഉയരത്തിൽ വളരുന്നു. സസ്യത്തിൻ്റെ മുകൾ ഭാഗത്തെ കാണ്ഡം മൃദുലമാണെങ്കിലും അടിഭാഗം വളരെ കട്ടി കൂടിയതാണ്. നിഴൽ പ്രദേശങ്ങളിൽ വളരുന്ന സസ്യം വള്ളിച്ചെടിയുടെ സ്വഭാവം സ്വീകരിക്കുകയും മറ്റു സസ്യങ്ങളുടെ മുകളിലൂടെ പടർന്ന് വളരുകയും ചെയ്യുന്നു. അവിടങ്ങളിൽ സസ്യം 10 മീറ്ററോളം ഉയരത്തിൽ വളരുന്നു. സസ്യത്തിൽ ഉടനീളം രോമങ്ങളും ഗ്രന്ഥികളുമുണ്ട്. ഇലകൾ ഞെരടുമ്പോൾ രൂക്ഷമായ ഗന്ധം അനുഭവപ്പെടുന്നു. കാണ്ഡത്തിൽ ഇലകൾ എതിർദിശകളിൽ ക്രമീകരിച്ചിരിക്കുന്നു. ത്രികോണാകൃതിയിലോ ദീർഘവൃത്താകൃതിയിലോ കാണപ്പെടുന്ന ഇലയുടെ അരികുകൾ പല്ലുകൾ പോലെയാണ്. ഇലകൾക്ക് 4 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നീളവും 1 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ വീതിയും ഉണ്ടായിരിക്കും. ഇലഞ്ഞെട്ടുകൾക്ക് 1 മുതൽ 4 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടായിരിക്കും. വെളുത്തതും വിളറിയ പിങ്ക് നിറത്തിൽ ഉള്ളതുമായ കുഴൽ പോലെയുള്ള പൂക്കൾ കുലകളായി കാണപ്പെടുന്നു. ഓരോ ശാഖയുടെ അഗ്രഭാഗത്തും 10 മുതൽ 35 വരെ പൂക്കൾ ഉണ്ടായിരിക്കും. വിത്തുകൾ രോമാവൃതമാണ്. അവ കാറ്റിൻ്റെ സഹായത്താൽ വിതരണം ചെയ്യപ്പെടുന്നു. കൂടാതെ വിത്തുകൾക്ക് രോമങ്ങളിലും വസ്ത്രങ്ങളിലും മറ്റ് യന്ത്രഭാഗങ്ങളിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ദൂരസ്ഥലങ്ങളിലേക്ക് വിത്ത് വിതരണം സാധ്യമാവുന്നു. ഒരു ചെടിയിൽ നിന്ന് ഏതാണ്ട് 8,000 മുതൽ 9,000 വരെ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. വിത്തുകളിൽ നിന്നും വേരുകളിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാവുന്നു. അനുകൂലമായ സാഹചര്യത്തിൽ 3 സെൻറ്റിമീറ്റർ വരെ ഒരു ദിവസം വളരുന്നു.
കൃഷിയിടങ്ങളിലും ഒഴിഞ്ഞ പറമ്പുകളിലും വളരുന്ന അധിനിവേശ സസ്യമായിട്ടാണ് ഈ സസ്യം കരുതപ്പെടുന്നത്. ആഫ്രിക്കയിലെ സംരക്ഷിത മഴക്കാടുകളിൽ വളരെയേറെ പ്രശ്നമുണ്ടാക്കുന്ന കളയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സസ്യമാണ് ക്രോമോലീന. തെക്കേ ആഫ്രിക്കയിലെ സസ്യവൈവിധ്യങ്ങളുടെ വളർച്ചയെ സാരമായി ബാധിക്കുന്ന സസ്യമാണ് ഇത്. വളരെ പെട്ടെന്ന് തീ പിടിക്കുന്നതിനാൽ വനാതിർത്തികളിലും ഇവ പ്രശ്നം സൃഷ്ടിക്കുന്നു. സസ്യത്തെ ജൈവിക മാർഗത്തിലൂടെ നിയന്ത്രിക്കുന്നതിനായി ആർട്ടിറ്റ് എന്ന നിശാശലഭത്തെ ഉപയോഗിക്കുകയുണ്ടായി. ഘാനയിൽ പാർക്കൂക്കിറ്റസ് സ്യൂഡോ ഇൻസുലേറ്റ് എന്ന നിശാശലഭത്തെ ഉപയോഗിച്ച് സസ്യനിയന്ത്രണം നടപ്പിലാക്കാനുള്ള ശ്രമം വളരെ ഫലവത്തായി. ഓസ്ട്രേലിയയിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സസ്യത്തെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതി തയ്യാറാക്കി. ഇന്തോനേഷ്യയിൽ സെസിഡോകേഴ്സ് കൊനെക്സ എന്ന ഈച്ചയെ ഉപയോഗിച്ച് സസ്യനിയന്ത്രണം നടത്താനുള്ള ശ്രമം 1998 നടപ്പിലാക്കി. 19-ാം നൂറ്റാണ്ടിൽ ധാക്ക, ജാവ, ശ്രീലങ്കയിലെ പെരൂഡിനിയ എന്നിവിടങ്ങളിൽ ഉദ്യാനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട സസ്യമാണിത് എന്ന് കരുതുന്നു. പശ്ചിമ ആഫ്രിക്കയിൽ വനസസ്യങ്ങളുടെ വിത്തുകളുടെ കൂടെ ആകസ്മികമായി എത്തിച്ചേർന്നതാണ് ഈ സസ്യം എന്ന് കരുതുന്നു. എന്നാൽ തെക്കേ ആഫ്രിക്കയിൽ ഒരു അലങ്കാര സസ്യമായാണ് ഇത് എത്തിച്ചേർന്നത്. ഐവറി കോസ്റ്റിൽ 1952 ഇംപരേറ്റ എന്ന പുല്ലിൻ്റെ നിയന്ത്രണത്തിനായി എത്തിച്ചേർന്നതാണ് ഈ സസ്യം എന്ന് കരുതപ്പെടുന്നു. കന്നുകാലികൾക്ക് വിഷകരമാണ് ഈ സസ്യം. ചിലരിൽ അലർജി റിയാക്ഷൻസ് ഉണ്ടാക്കാൻ സസ്യം കാരണമാവുന്നു. സസ്യത്തിൽ അടങ്ങിയിട്ടുള്ള ഉയർന്ന അളവിലുള്ള നൈട്രേറ്റ് ഘടകമാണ് വളർന്നു വരുന്ന സസ്യത്തെ വിഷകാരിയാക്കുന്നത്. ഏഷ്യയിലും സബ് സഹാറൻ ആഫ്രിക്കയിലും പ്രമേഹം, മലേറിയ, മുറിവുകൾ, പനി, നീർവീക്കം എന്നിവയ്ക്കുള്ള മരുന്നായി സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. സസ്യത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഈഥൈൽ അസറ്റേറ്റ് എക്സ്ട്രാക്റ്റ് സ്തനാർബുദ ചികിത്സയിൽ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. സസ്യത്തിന് ആയുസ് കുറവാണെങ്കിലും 10 വർഷം വരെ അവ ജീവിക്കാറുണ്ട്. വയറിളക്കം, മലമ്പനി, പല്ലുവേദന, ത്വക്ക് രോഗങ്ങൾ, രക്താതിസാരം, കൊളൈറ്റിസ് എന്നിവയുടെ ചികിത്സയിൽ സസ്യം ഫലപ്രദമാണ്. മുറിവുണക്കുന്നതിനു വേണ്ടിയാണ് വ്യാപകമായി സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നത്. സസ്യത്തിൻ്റെ സ്പീഷീസ് നാമധേയമായ ഒഡറേറ്റ എന്ന വാക്ക് ലാറ്റിൻ ഭാഷയിൽ നിന്നും വന്നതാണ്. സുഗന്ധം, സുഗന്ധമുള്ള എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. സ്റ്റിറോയിഡുകളും ആൽക്കലോയിഡുകളും ഫ്ലാവനോയിഡുകളും സസ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. സസ്യത്തിൻ്റെ ഒരു നാമധേയമാണ് ഹാഗണി എന്ന് നേരത്തെ പരാമർശിച്ചിട്ടുണ്ട്. ഫിലിപ്പൈൻസിലെ ബുലാഖാൻ എന്ന പ്രവിശ്യയിലെ ഒരു മുനിസിപ്പാലിറ്റിയുടെ പേരാണ് ഹാഗണി. അവിടെ ഡെവിൾ വീഡ് എന്ന ഈ സസ്യം വളരെ പ്രശ്നമാണ്. അതിനാലാണ് സസ്യത്തിന് ഹാഗണി എന്ന പേരും കൂടെ വന്നത്. വാണിജ്യ പ്രാധാന്യമുള്ള ഒരു സസ്യമാണ് ഇത്. കൃഷിയിടങ്ങളിൽ പച്ചവളമായി സസ്യം ഉപയോഗിക്കുന്നു. കൂടാതെ കീടനാശിനി ഗുണവും സസ്യം പ്രകടമാക്കുന്നു. ഘാനയിൽ മൃതശരീരങ്ങൾ എംബാം ചെയ്യുന്നതിന് ഈ സസ്യം ഉപയോഗിക്കുന്നു. മറ്റു സസ്യങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വളരുന്നതിനാൽ പ്രാദേശിക സസ്യജാലങ്ങൾക്ക് വേണ്ടവണ്ണം വളരാൻ സാധിക്കാതെ വരുന്നു. അധിനിവേശ സസ്യമായ ഡെവിൾ വീഡ് നമ്മുടെ പറമ്പുകളിൽ നിയന്ത്രിതമായ തോതിലെങ്കിലും വളരണോ വേണ്ടയോ എന്ന്
നമുക്ക് തന്നെ തീരുമാനിക്കാം. വീഡിയോ ആസ്വദിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.